ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എൽ ജി ഫാഷൻ ലാബ്. ഇന്ന് നമുക്ക് ഈ ഒരു മാലയും കമ്മലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുപോലത്തെ തന്നെ ഞാൻ റെഡ് ചെറി ഇയറിംഗ് സെറ്റ് ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ഹെഡ് പിൻ എടുക്കുന്നുണ്ട്. ഹെഡ് പിന്നിലേക്ക് ഞാനൊരു സിൽവർ മെറ്റൽ സ്പേസറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 8mm ബ്ലൂ കളർ ജെല്ലി ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബഞ്ചിലെ 2 ചെറിയായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് ചെറുതാണ്, അപ്പം അതുകൊണ്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളയുവാണ് കേട്ടോ ഇതുപോലെ. ഇനി നമുക്കിതിനൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് ഞാൻ ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൂപ്പ് ക്രിയേറ്റ് ആയി കിട്ടും. ഇതുപോലെ തന്നെ രണ്ടാമത്തതിന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ലെങ്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ 3 സെറ്റാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. 2 കമ്മലിനും ഒരു മാലയുടെ പെൻഡൻറ്റിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ജംപറിങ്ങിനകത്ത് ഇത് അസംബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ലീഫ് ചാമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചെറിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വലുത്. പിന്നെ നമ്മൾ കമ്മൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഫിഷ് ഹുക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതെ, ആദ്യത്തെ കമ്മൽ ഇപ്പോൾ റെഡിയായി കിട്ടിയില്ലേ, ഇതുപോലെ തന്നെ രണ്ടാമത്തതും കൂടി ചെയ്തെടുക്കുക. ഈ ഒരു സെറ്റ് എനിക്ക് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. ഈ ഒരു ബ്ലൂവും റെഡും ഇതിന് മുൻപ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, ആ റെഡും അത് രണ്ടും കൂടിയാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ തന്നെ റെഡ് ചെറിയ ഇയറിംഗ് സെറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 2 കമ്മലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡൻ്റ് ആണ് ചെയ്യേണ്ടത്. അതും ഇതേ മോഡലിൽ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മാലയിലേക്ക് കോർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് ചെയിൻ്റെ 2 അറ്റത്തും ജംപറിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോബ്സ്റ്റർ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടി ഫ്രണ്ട് ഓർഡർ ചെയ്തതായിരുന്നു. അങ്ങനെ മാലയുടെ ഏകദേശം സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മാലയുടെ കണ്ണില്ലേ അതിൻ്റെ അകത്തേക്ക് ഇത് കൊളുത്തി കൊടുക്കുവാണ്. ഈ ഒരു ചെയിനിൻ്റെ കണ്ണുകൾ വളരെ ചെറുതായത് കൊണ്ട് തന്നെ ഇത്തിരി പാട് വിട്ടു കേട്ടോ അതൊന്ന് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട്. കോർത്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിന്ന് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാലയും കമ്മലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 50 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.